അസ്സലാമലൈക്കും. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കുക്കുംബർ ക്രീമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല അത്ര എഫക്റ്റ് 3 മണിക്കൂർ കൊണ്ട് എനിക്ക് എഫക്റ്റ് കിട്ടിയ ക്രീമാണ്. ഞാൻ അത്ര പ്രശ്നം പറഞ്ഞ 3 ദിവസമായിട്ട് ചിലപ്പോൾ എൻ്റെ ലൈവിലേക്ക് ഇരിക്കുന്നത് കണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ അത്ര റിസൾട്ട് കിട്ടി. ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഉപകാരപ്പെട്ടതിന് ശേഷമാണ് ഇതിനാവശ്യമാണ്. ഞാൻ 3 കുക്കുംബർ ഞാൻ നല്ലതായിട്ട് കഴുകി ക്ലിയർ ആക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തത്. ഈ കുക്കുംബർ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം. പിന്നെ ആവശ്യമുള്ള ഈ സ്പൂണിലാണ് ഞാൻ എടുത്തേക്കണേ 2 സ്പൂണ് ഗ്ലിസറിനാണ്. ഗ്ലിസറിനൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, വാങ്ങാൻ കിട്ടുന്നതാണ്. വിലയെല്ലാം ഞാൻ പറഞ്ഞിട്ട് 106 രൂപ എങ്ങാണ്ടാണ്. ഞാൻ ഓൺലൈൻ വഴിയാണ് മേടിച്ചതെന്നെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനം റോസ് വാട്ടർ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ഗ്ലിസറിന്, ഒരു 6 സ്പൂൺ റോസ് വാട്ടർ. മനസ്സിലായല്ലോ? 6 സ്പൂൺ റോസ് വാട്ടറിന് 2 സ്പൂൺ ഗ്ലിസറിൻ, 10 സ്പൂൺ കറ്റാർവാഴ ജെല്ല്. കറ്റാർവാഴ ജെല്ല് കടയിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. ഇതിപ്പോൾ റോസ് വാട്ടറും കാണിച്ചിരുന്നു. റോസ് വാട്ടർ ഇത് പുതിയത് മേടിച്ചതാണ്. ഇത് 76 രൂപയുള്ളൂ. കുറേ ദിവസം ഉപയോഗിക്കും. റോസ് വാട്ടർ അധികം ഉപയോഗിക്കുന്നില്ല. 6 സ്പൂണിന് 2 സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത് മാറിപ്പോയിരുതട്ടാ. നമ്മൾ ഗ്ലിസറിൻ അധികം ചേർക്കരുത്. ഗ്ലിസറിന് 2 സ്പൂൺ മാത്രം ചേർത്താൽ. റോസ് വാട്ടർ ഇത്തിരി കൂടിയാലും പ്രശ്നവും. ഗ്ലിസറിന് ഒരുപാട് ആവണ്ട. നമ്മൾ സോപ്പുകൾ മറ്റുള്ളതിനൊക്കെ. പിന്നെ ഇത് കറ്റാർവാഴ ജെല്ല് കടയിൽ നിന്ന് മേടിച്ചത്. ഇതൊക്കെ കൂടി നല്ലതായിട്ട് എടുത്തിട്ട് നമുക്ക് 10 സ്പൂണ് കറ്റാർവാഴ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി സമമായിട്ട് ഇതാക്കിയതിന് ശേഷം കുക്കുംബർ ജ്യൂസ്. കുക്കുംബർ ജ്യൂസ് ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് ഇതാണ്. ഇത് 306 രൂപയാണ് കേട്ടോ ഞാൻ മേടിച്ച കറ്റാർവാഴ ജെല്ല്. അപ്പം ഞാൻ ഒരുപാട് കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ വെയിലിൻ്റെ സമയത്ത് ഒത്തിരി ഉപകാരപ്പെടണതാണ് കറ്റാർവാഴ ജെല്ല്. വീട്ടിലുള്ളത് പറ്റില്ല പ്രത്യേകം പറയുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 15 സ്പൂണ് എടുത്തിട്ടുണ്ട്. 15 സ്പൂൺ എടുത്ത് ഞാൻ ഈ ടീസ്പൂണാണ് കേട്ടോ. 15 സ്പൂൺ എടുത്തത്. അത് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് ഇടരുത്. ആദ്യം കറ്റാർവാഴ, ഗ്ലിസറിൻ, റോസ് വാട്ടർ മിക്സ് ചെയ്ത് നല്ല രീതിയിലായിട്ട് മാത്രമേ ഈ ജ്യൂസ് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമുക്ക് കൂട്ടായിട്ട് വരാൻ. പിന്നെ ബാക്കിയുള്ള ജ്യൂസ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മുഖത്ത് നല്ല ഒരു ഫേസ് വാഷ് പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഒന്നല്ലെങ്കിൽ കടലപ്പൊടി, അല്ലെങ്കിൽ ഗോതമ്പൊടി, അരിപ്പൊടി, ഇതിലേതെങ്കിലും ചെറുപയർ, അങ്ങനെയുള്ള ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക. കുളിക്കും മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും. ഇത് നമുക്ക് കൂടുതൽ എഫക്റ്റ് വരുന്നത് രാത്രിയാണ്. ഇത് കഴുകിക്കളയേണ്ട രാത്രിയാണെങ്കിൽ. പകലിടണമെങ്കിലും രാത്രിയാണ്. ഇത് ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഒത്തിരി എഫക്റ്റ് ആവുന്നത് കൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ക്രീമിൻ്റെ ബോട്ടിൽ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ക്രീം മേടിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും വാങ്ങാറില്ല. ബാക്കിയുള്ളത് ഇതിൽ 2 ദിവസത്തേക്ക് ഞാൻ കൂടി വന്നൊരു 15-20 ദിവസത്തേക്കുള്ളത് ഇവിടെ പിള്ളേരൊക്കെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തേക്കുന്നത്. ബാക്കിയുള്ള ജ്യൂസ്, ആ ജ്യൂസിൽ അരിപ്പൊടി, കടലമാവ് എന്തായാലും നല്ല എഫക്റ്റ് എന്ന് വെച്ചാൽ ആ ജ്യൂസ് മാറ്റി വെച്ചിട്ട് 3 കുക്കുംബർ എടുത്ത് ഒത്തിരി ഉണ്ടാവും. ഞാൻ ഇതേ കണ്ടോ, കുക്കുംബറിൻ്റെ ബാക്കി ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ്. നല്ല എഫക്റ്റ് എന്ന് വെച്ചാൽ നല്ല എഫക്റ്റ്. ഇതാണ് കുക്കുംബറിൻ്റെ ജ്യൂസ്. അത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടിന് ഭയങ്കര ഇതാണ്. അപ്പോൾ